അപ്പൊ മോനെ, കുറച്ച് വർഷം മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു വർഷത്തിനടുത്തായപ്പോൾ അത് ബ്രേക്കപ്പ് ആയി. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ബീറ്റ് കിട്ടി, ഒരു ലവ് ബീറ്റ് പോലത്തെ ബീറ്റാണ് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു പാട്ട് എഴുതി. അതാണ് ഈ പാട്ട്, ഈ സ്റ്റേ സം മോർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ പാട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. Baby girl, stay some more. Don't leave me alone. I'm just dying here alone. Baby girl, stay some more. Don't leave me alone. I'm just crying in my home. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് അറിയാത്തവര്, ലൈക്ക് അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ കറക്റ്റ് സ്ലാങ് ഇല്ലാത്തവര് ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ ഒരു സാധനം വരും. ആ സാധനം ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ലല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് അതിൻ്റെതായ ഒരു ക്രിഞ്ചായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ വീഡിയോ ചെയ്ത ചെക്കനോട് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു വീഡിയോ കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അവൻ കുറെ ബസർക്കിൽ അനിമേലത്തെ ബസർക്കും പിന്നെ വേറെ ഏതോ അനിമേലത്തെ വീഡിയോ ഒക്കെ കൊണ്ട് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, വീഡിയോ ഓക്കെ, അത്രേ ഉള്ളൂ. കോപ്പിറൈറ്റ് വല്ലതും കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു ബസർക്കുകാരുടെ അറിയില്ല. നിന്നെ മറക്കാനും മനസ്സിനും കഴിയില്ല. നിന്റെ ഓർമ്മകൾ ഒരിക്കലും മായുകില്ല. നിന്റെ കരസ്പർശം എന്റെ മേയും മാറുന്നില്ല. നീ അല്ലാതെ ആരും എന്നെ വന്ന് സ്നേഹിക്കില്ല. പോയി ശ്രുതി പോയി, അവിടെ ശ്രുതി പോയി. പിന്നെ അയാൾ മറ്റേ ഏതോ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ശരിയാക്കിയതാ. ഇതൊന്നല്ല, നന്നായിട്ട് ശ്രുതി പോയിണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ തോന്നില്ല, ഹെഡ്സെറ്റ് ഒക്കെ കേൾക്കുമ്പോ അറിയാം കറക്റ്റ് ആ സമയത്തൊരു ശ്രുതി പോണ സാധനം പോകും. മാത്രം പണ്ട് നീ പകർന്നു തന്ന സ്നേഹം മാത്രം നിറഞ്ഞ ഹൃദയപാനപാത്രം ഇന്ന് ബാക്കിയായി കല്ലായി മനസ്സ് മാത്രം മറക്കാൻ കഴിയില്ല. ക്രിഞ്ച് കണ്ട, എനിക്ക് എൻ്റെ പാട്ടിന്റെ ചില ഭാഗം കേൾക്കുമ്പോൾ എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നും. ഞാൻ എഴുതിയ കാരണമാണോന്ന് എനിക്കറിയില്ല, എന്തോ ക്രിഞ്ചടിക്കും. മരിക്കാൻ മനസ്സില്ല, നിന്നെ പറ്റി ഓർക്കാത്ത ദിനങ്ങളില്ല. ഓർക്കാത്ത ദിനങ്ങൾ മരിക്കാൻ മനസ്സില്ല. നിങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ച ആഡ് ലിപ്സ് കേൾക്കാൻ പറ്റും. അതായത് മെയിൻ വോക്കൽസിന്റെ ബാക്കിൽ കൂടെ ട്രാക്ക് ആഡ് ചെയ്യുന്നതാണ് ആഡ് ലിപ്സ്. അപ്പൊ ഈ ആഡ് ലിപ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തി റെക്കോർഡ് ചെയ്യണ ആളുടെ അടുത്ത് വന്ന് റെക്കോർഡ് ചെയ്യാൻ നിൽക്കണ സമയത്ത് ആള് പറഞ്ഞു ആഡ് ലിപ്സ് ആഡ് ചെയ്തോ, നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ആഡ് ലിപ്സ് ആഡ് ചെയ്യും? അപ്പൊ ഈ കഴിയില്ല, പിന്നിലൊരു കഴിയില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുന്നു. അപ്പൊ ഞാൻ ആ കൂടി ആഡ് ലിപ്സ് കേട്ടേക്കുന്നത് ഈ ട്രാവിസ് സ്കോട്ട് പ്ലേ ബോയ് കാർട്ടിയുടെ ഒക്കെ. ട്രാവിസ് സ്കോട്ടിനാണെങ്കിൽ ഇറ്റ്സ് ലിറ്റ് എന്ന് പറയുന്നുണ്ട്, പ്ലേ ബോയ് കാർട്ടിയുടെ ആണെങ്കിൽ അങ്ങനെ സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ആ സാധനം കേട്ടിട്ടാ ഞാൻ പോണത്. അപ്പൊ ഞാൻ ആഡ് ലിപ്പ് ഇടാൻ പറഞ്ഞപ്പോ കഴിയില്ല, മനസ്സില്ല എന്നുകൊണ്ട് ഇടയിൽ കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു ഓ സൂപ്പർ സൂപ്പർ. പിന്നെ ആളിട്ട് സാധനം വന്നപ്പോ എന്താ പോലെ ആഡ് ലിപ്സ് എനിക്ക് തീരെ ഇഷ്ടായില്ലേ. സത്യം പറയല്ലോ, ഉള്ളതുപോലെ പറയണല്ലോ, എന്തോ ക്രിഞ്ചായിട്ട് തോന്നി. ഞാനൊരു പുസ്തകമാണെങ്കിൽ നിന്നെ മറക്കാൻ മനസ്സിനും കഴിയില്ല. നിന്റെ ഓർമ്മകൾ ഒരിക്കലും മായുകില്ല. നിന്റെ കരസ്പർശം മാറുന്നില്ല. നീ അല്ലാതെ ആരും എന്നെ വന്ന് സ്നേഹിക്കില്ല. കണ്ണട മാത്രം പണ്ട് നീ പകർന്നു തന്ന സ്നേഹം മാത്രം നിറഞ്ഞ ഹൃദയപാനപാത്രം ഇന്ന് ബാക്കിയായി കല്ല് മനസ്സ് മാത്രം. Baby girl, stay some more. Don't leave me alone. I'm just crying in my home. Baby girl, stay some more. Don't leave me alone. I'm just dying here alone. ഓ, ആ എൻഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സാധനം ആഡ് ചെയ്ത് നന്നായി എനിക്ക് തോന്നണം. പക്ഷെ നിങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ കഥ എഴുതിയത് നിങ്ങൾ പാട്ട് പാടിയതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് കേൾക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ലൈക്ക് എനിക്ക് ഈ പാട്ട് ചില സമയത്ത് കൂട്ടുകാരൊക്കെ മറ്റേ വണ്ടിയിലും ഇതിലൊക്കെ വെക്കും. അവർക്കറിയാം ഞാൻ പാടിയതാ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് വെക്കുമ്പോൾ എനിക്ക് ക്രിഞ്ചടിക്കുക, എന്താണാവോ. അപ്പോൾ അവർ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ലൈക്ക് അത്രയും ടോപ്പ് സോങ് ആണെന്ന് ഞാൻ പറയില്ല, എന്നാലും സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് സോങ് ഐ തിങ്ക്. പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ എന്തോ ക്രിഞ്ചടിക്കും. പിന്നെ ഫൺ ഫാക്ട്,
ഞാനും ആ പെൺകുട്ടിയും ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പാട്ടിറക്കിയത്. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി വേറൊരു ചെക്കനായിട്ട് റിലേഷൻഷിപ്പിലായി. ആ ചെക്കനുമായിട്ട് ഈ പെൺകുട്ടി ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൻ ഒരു ബുക്ക് എഴുതി. അപ്പൊ ഞാൻ പാട്ട് എഴുതി, അവൻ ബുക്ക് എഴുതി. എനിക്ക് തോന്നണേ ഇപ്പൊ ആ പെണ്ണിന്റെ ചുറ്റും എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തോ ഓറയുണ്ട് തോന്നുന്നു. അത് കാരണം തോന്നുന്നു രണ്ടുപേരും ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ബ്രേക്കപ്പിന് ശേഷം. അപ്പൊ ഇതാണ് എൻ്റെ പാട്ട്. ഞാനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കിയതാണ് വെറുതെ. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇതെൻ്റെ മ്യൂസിക് ചാനലാണ് ഇത്. ഈ മ്യൂസിക് ചാനലിൽ ഫസ്റ്റ് സോങ് ആണ് ഈ സോങ്. പിന്നെ ഇത് സ്പോട്ടിഫൈ, മറ്റേ ആമസോൺ മ്യൂസിക് അത് ഇതിലൊക്കെ ഉണ്ട്, ആപ്പിൾ മ്യൂസിക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണാം. ബൈ.